കൈത്താക്കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച, യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഇവിടെ ഈശോ തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് പോകുമ്പോൾ വഴിയരികിലിരുന്ന മനുഷ്യനെ നോക്കി ഈശോയുടെ ശിഷ്യന്മാർ ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഈ അന്ധനായ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ഈ വചനം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കുറെ കൂടി വ്യക്തത ലഭിക്കുന്നത് അപ്രകാരമാണ്. നമ്മൾ കാണുന്നത് പോലെ ആയിരുന്നില്ല ഈ അന്ധനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നതെല്ലാം. അവൻ ഈശോ അയക്കുന്നു, അവൻ സിലോഹ കുളത്തിൽ പോയി കണ്ണ് കഴുകുന്നതോടുകൂടി അവൻ സൗഖ്യമുള്ളവനാകുന്നു. അവനെ കണ്ടുമുട്ടുന്നവനോട് ഈശോയെ അവനോട് ചോദിക്കുന്നു, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി എന്നാണ് അവൻ ആദ്യം മറുപടിയായിട്ട് പറയുന്നത്. വീണ്ടും 9-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. വീണ്ടും ഈ മനുഷ്യനെ ഈശോയെ വീണ്ടും ഈ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ഈശോയോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് അവൻ ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. എന്നിട്ട് ഈശോ പറയുകയാണ്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ജീവിതത്തിലെ ഒരു ആത്മീയമായ ഒരു വളർച്ചയിലേക്ക് ഈ മനുഷ്യൻ നടന്നെടുക്കുന്നതാണ് ഈ വചനഭാഗം നമ്മളെ സൂചിപ്പിക്കുന്നത്. യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അവനൊരു പ്രവാചകനാണ്. ഏറ്റവും അവസാനം കർത്താവെ, അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധനായ ഒരു മനുഷ്യൻ്റെ കാഴ്ചകളിൽ നിന്ന് അവൻ പുതിയ ഒരു കാഴ്ചപ്പാടിലേക്കും ഒപ്പം ഒരു ആത്മീയ വളർച്ചയിലേക്കും സംഭവിക്കുന്ന വചനഭാഗമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ആത്മീയ വളർച്ച ഉണ്ടാകണമെന്നുള്ളതാണ്. കർത്താവിലേക്കുള്ള വളർച്ചകൾ മുരടിച്ചു പോകാതെ അനുദിനം വളരേണ്ടിയിരിക്കുന്നു, കർത്താവിലേക്ക് നടന്നെടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ അന്ധനായ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കാഴ്ചയുണ്ട് എന്ന് ധരിക്കുന്നവർ അന്ധരായി തീരുന്നു എന്നുള്ളതും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറെ കൂടി നന്മയുള്ളതാക്കി മാറ്റാം. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു.